ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പഠനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരുപാട് തീരുമാനങ്ങളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു, ഞാൻ അവനോട് അത് പറയാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഞാൻ പുതിയ ഭക്ഷണം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ തീരുമാനങ്ങളെ, ഡിസിഷൻസിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാനിവിടെ ബോർഡിൽ 2 സെൻറ്റൻസസ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു, രണ്ടാമത്തത് ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കിത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ വേർഡ് സബ്ജക്റ്റ് എന്താണ് ഇവിടെ? ഞാൻ എന്നുള്ളതാണ്. ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഐ. ഓക്കെ, എന്താണ്? ഐ. ഓക്കെ, പഠിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതിൽ നമ്മൾ മെയിനായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സ്ട്രക്ചർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ഉണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. ഹാവ് ഡിസൈഡഡ്. ഓക്കെ, എന്താണ്? ഐ ഹാവ് ഡിസൈഡഡ് ടു. പിന്നെ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയാ, ഐ ഹാവ് ഡിസൈഡഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, എങ്ങനെയാണ് പറയാ? ഐ ഹാവ് ഡിസൈഡഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ തീരുമാനിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡിസൈഡഡ് ടു. ഓക്കെ, ഐ ഹാവ് ഡിസൈഡഡ് ടു എന്ന് പറയും നമ്മൾ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തി നമ്മൾ അവിടെ കൊണ്ടുവന്നാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു എന്ന് പറയണം. ഓക്കെ, ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ എന്നുള്ളതിന് വീണ്ടും നമ്മൾ ഐ എന്ന് എഴുതി. തീരുമാനിച്ചു എന്നുള്ളതിന് എന്ത് ഉപയോഗിച്ചു? ഹാവ് ഡിസൈഡഡ് ടു. ഓക്കെ, ഇവിടെ ക്രിയ വെർബ് എന്ന് പറയുന്നത് എന്താണ്? പോവുക എന്നുള്ളതാണ്. ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ഉപയോഗിക്കും? ഐ ഹാവ് ഡിസൈഡഡ് ടു പോവുക എന്നുള്ളതിന് ഏതാ വാക്ക്? ഗോ. ഓക്കെ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ. അവിടെ, there. ഓക്കെ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ there. ഓക്കെ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ there. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ there. ഓക്കെ, ഇനി നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചു. നമ്മളുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? വി എന്നാണ് പറയുക. വി ഹാവ് ഡിസൈഡഡ് ടു ഗോ there. ഓക്കെ, അവരവിടെ പോകാൻ തീരുമാനിച്ചു. അവർ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വേർഡ്? they have decided to go there. ഓക്കെ, they have decided to go there. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത് അത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ ചേർത്ത് വെച്ചാൽ മതി. ഇനി ഞാനൊരു ഹോംവർക്ക് കൂടെ തരാണ് കേട്ടോ. ഞാൻ അവനോട് അത് പറയാൻ തീരുമാനിച്ചു. ഞാൻ അവനോടത് പറയാൻ തീരുമാനിച്ചു. ഞാൻ അവനോടത് പറയാൻ തീരുമാനിച്ചു എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അവനോടത് പറയാൻ തീരുമാനിച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.